ഒരു മനുഷ്യൻ്റെ മുടി ഇത്ര ആയിരിക്കണം, ഒരു മനുഷ്യൻ്റെ മുടി ഇത്ര ആയിരിക്കണം, ഒരു മനുഷ്യൻ്റെ മുടി ചുരുണ്ടിട്ടല്ല, ഒരു മനുഷ്യൻ എന്ത് പരിപാടിയാണ്. കോഴിയങ്ങ് കോഴീൻ്റെ സ്കൂളിൽ പോയാൽ, പാമ്പങ്ങ് പാമ്പിൻ്റെ സ്കൂളിൽ പോയാൽ, മറ്റേ മുള്ളം പന്നി വെറുപ്പ് പഠിക്കാൻ മുള്ളൻ്റെ സ്കൂളിൽ പോയാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ മഴവിൽ ചെടികൾ നനച്ച് വളർത്തുന്നത്? അവർക്ക് കംഫർട്ടബിൾ ആണ്, അതാണ് അവരൊരു മാന്യത. അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ആരും ഇങ്ങനെ സീരിയസിട്ടിട്ടൊന്നുമില്ല, ഇവർക്ക് ഇന്നതാണ് മാന്യത എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഒരിക്കലും ഒരു വ്യക്തിയെ ഒരു വസ്ത്രത്തിന്റെ പേരിലോ മറ്റേത് തരത്തിലുള്ള പേരിലോ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. നമുക്ക് എല്ലാവരെയും നമ്മൾ വിചാരിക്കുന്ന ഒരു ഷേപ്പിലേക്ക് നമുക്ക് മനുഷ്യന്മാരെ ആക്കാൻ പറ്റൂല. ഒരു ഷേപ്പിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇതെന്തുകൊണ്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഒരു മനുഷ്യൻ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്നത് 21-ാം നൂറ്റാണ്ടിലും വീണ്ടും വീണ്ടും തിരുത്തി, അല്ലെങ്കിൽ അത് ഇങ്ങനെ എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെ വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ്. നമ്മൾ ഈ ലോകത്ത് എങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണ്. ഒരു മനുഷ്യൻ്റെ തടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മെലിഞ്ഞിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ തന്നെ നമ്മൾ എങ്ങനെ അളക്കുക? ഒരു മനുഷ്യൻ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ മുടി ഇത്ര ആയിരിക്കണം, ഒരു മനുഷ്യൻ്റെ മുടി ഇത്ര ആയിരിക്കണം, ഒരു മനുഷ്യൻ്റെ മുടി ചുരുണ്ടിട്ടല്ല, ഒരു മനുഷ്യൻ എന്ത് പരിപാടിയാണ്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു കണക്ക് ഇതിൽ പറയാനേ സാധിക്കില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. ഒരുപോലെ ഒരു മനുഷ്യനില്ല. അങ്ങനെ ഒരുപോലെ ഒരു ധാരണയിൽ ജീവിക്കാൻ വേണ്ടി സാധ്യമല്ല. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ടാവണം. അങ്ങനെ വേറൊരാൾ ഈ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന സമയത്ത് ആക്രമിക്കപ്പെടുമ്പോൾ അവരെ കൂടെ നിൽക്കുക എന്നുള്ള നിലപാടുമാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വെക്കാനുള്ളത്. ഒരു പ്രാവശ്യം ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോയിട്ടുള്ള കോഴിക്കോടൊരു നാടകം ഉണ്ടായിരുന്നു, എലിപ്പെട്ടി എന്ന് പറഞ്ഞിട്ട്. എലിപ്പെട്ടി എന്ന് തന്നെ പേരുന്ന ഓർമ്മ. അപ്പോൾ അതിൽ അവസാനം ഒരു പാട്ടുണ്ട്, മറ്റേ കോഴിയങ്ങ് കോഴീൻ്റെ സ്കൂളിൽ പോയാൽ, പാമ്പങ്ങ് പാമ്പിൻ്റെ സ്കൂളിൽ പോയാൽ, മറ്റേ മുള്ളം പന്നി വെറുപ്പ് പഠിക്കാൻ മുള്ളൻ്റെ സ്കൂളിൽ പോയാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ മഴവിൽ ചെടികൾ നനച്ച് വളർത്താമെന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ സംഭവം വരുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ പലതരത്തിലുള്ള മനുഷ്യന്മാരും പല അഭിപ്രായങ്ങളുള്ളവരൊക്കെ ഒരുമിച്ച് നമുക്ക് നിൽക്കാൻ പറ്റണമല്ലോ. മീൻസ് ഇപ്പം നമുക്ക് എല്ലാവരെയും നമ്മൾ വിചാരിക്കുന്ന ഒരു ഷേപ്പിലേക്ക് നമുക്ക് മനുഷ്യന്മാരെ ആക്കാൻ പറ്റൂല. ഒരു ഷേപ്പിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ആൾക്കാർ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും രസമായിട്ടുള്ള കാര്യം. ഈ വൈവിധ്യത്തെ നമുക്ക് അതുപോലെ നിർത്താൻ പറ്റുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പോൾ ഇവർ പറയുന്ന ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഒരിക്കലും മാറാൻ പറ്റൂല. ആ സാധനം ഉണ്ടല്ലോ, ഒരുപാട് പലതരത്തിൽ പല ഭാഷകൾ സംസാരിക്കുന്ന, പലതരത്തിൽ വസ്ത്രം ധരിക്കുന്ന, പല ബോഡി ഷേപ്പുകളുള്ള മനുഷ്യന്മാരെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളതും അവരിഷ്ടങ്ങൾ അതേപോലെ സംരക്ഷിക്കാൻ പറ്റുക എന്നുള്ളതുമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. അത് നമുക്കങ്ങനെ പറ്റണം. നമ്മൾ പൗരന്മാരല്ലേ, നമ്മൾ മറ്റേ ജനാധിപത്യ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. എൻ്റെ കാശ് കൊണ്ട് എനിക്ക് ഇഷ്ടം അടിച്ചുകൂടെ? ഈ കടകളിലൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് മേടിച്ചാൽ എന്താ? ഇപ്പോൾ ഏതൊരാൾക്കും ഇവിടെയൊക്കെ വിൽക്കാൻ ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ മേടിച്ചുകൂടാത്തത് എന്താ? നമ്മുടെ കാശുണ്ട്, മേടിക്കാൻ സാധനമുണ്ട്, പിന്നെ മേടിച്ചിട്ട് ഇടാതെ ചില വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി നീ മേടിച്ചിട്ട് ഇടണ്ട, നീ അത് ഇടണ്ട, ഇട്ടുകൊണ്ട് എൻ്റെ കൂടെ പുറത്തിറങ്ങണ്ട. ഞാൻ എൻ്റെ കസിൻസൊക്കെ ഇടാനുള്ള സമയത്ത് അവരമ്മ പറയുന്നത് കേൾക്കാറുണ്ട്, നീയൊക്കെ മേടിച്ചോ, പക്ഷേ എന്നോട് ഇട്ടുകൊണ്ട് ഇറങ്ങണ്ട, നീ നിൻ്റെ കൂട്ടുകാരോട് പോകുമ്പോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നീ വേറെ അല്ലെങ്കിൽ നീ കല്യാണം കഴിച്ചിട്ട് ഇട്ടോ. ഇതൊക്കെ എന്താണ്? കല്യാണം കഴിക്കുമ്പോൾ ഇതിനപ്പുറമായിരിക്കും വേറെ പറയാൻ പോണത്, അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ മാന്യമായ വസ്ത്രധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്താണ് ഇടാൻ തോന്നുന്നത് അത് എൻ്റെ ഇഷ്ടം. അതിപ്പോൾ വേറെ ആർക്കെങ്കിലും ഇടാനാണ് അവരുടെ ഇഷ്ടം. അവരുടേതാണ്, അവരുടെ കംഫർട്ടബിൾ ആണ്, അതാണ് അവരൊരു മാന്യത. അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ആരും ഇങ്ങനെ സീരിയസിട്ടിട്ടൊന്നുമില്ല, ഇവർക്ക് ഇന്നതാണ് മാന്യത എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം സ്ത്രീകൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെ എന്തിനാ ആ സമയത്ത് പുറത്തിറങ്ങി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടല്ലേ എന്നാണ് വരുന്നത്. ഒരു വസ്ത്രധാരണം എങ്ങനെ ഒരാളെ വിലയിരുത്താൻ സാധിക്കും, അതെങ്ങനെ ഒരു അളവുകോലാകും എന്നാണ് തിരിച്ച് ചോദിക്കാനുള്ളത്. ഇതിപ്പോൾ നമുക്ക് ചെറുപ്പം തൊട്ടേ നമുക്ക് ഒരാൾ വീട്ടിൽ നിന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല കുട്ടിയായിട്ട് വളരുക എന്നുള്ളത്. അതിൽ തന്നെ ഉണ്ട് ഒരുപാട് പൊളിറ്റിക്കൽ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും നമ്മൾ നമ്മളേതായിട്ടുള്ള കംഫേർട്ടിൽ നമ്മളെ വസ്ത്രം നമുക്ക് എന്താണോ കംഫേർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കും. ഒരിക്കലും ഒരു വ്യക്തിയെ ഒരു വസ്ത്രത്തിൻ്റെ പേരിലോ മറ്റേത് തരത്തിലുള്ള പേരിലോ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്.